ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ്. ഇത് ആർഗ്യുമെന്റ് ആണ്. അപ്പോൾ അതിനെന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേസ് ഇവിടെയാണ്. എനിക്ക് തോന്നുന്നത് ഹെൽമെറ്റ് വെക്കാത്ത സ്ഥലം കേരള ആയിരിക്കാം ഇവരുടെ കണ്ടെത്തൽ പ്രകാരം. കാരണം ഏറ്റവും കൂടുതൽ ഹെൽമെറ്റ് വെക്കാത്തതിന് കേസ് ചാർജ് ചെയ്തിട്ടുള്ള സ്ഥലം കേരള ആയിരിക്കാം. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ക്രൈം തലസ്ഥാനമായിട്ട് കേരളം മാറി. പരാതിപ്പെട്ടതെല്ലാം രേഖപ്പെടുത്തപ്പെട്ട ഏക സംസ്ഥാനമാണ് നമ്മള്. മറ്റവർക്ക് പരാതിയേ പരാതി പറഞ്ഞാൽ കൊല്ലപ്പെട്ടു പോകും. പരാതി പറയുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും പറ്റാത്ത ഭയ അവസ്ഥയിൽപ്പെട്ട പരാതി പറയാൻ പറ്റിയ സാമൂഹിക സാഹചര്യം അവിടെ ഇല്ല അവർക്ക്. അത് മാത്രമല്ല, അവബോധമില്ല. അതാണ് പരാതിപ്പെടണമെങ്കിൽ പരാതിപ്പെടാൻ അവകാശബോധം ഉണ്ടാകേണ്ടതുണ്ട്. എനിക്കൊരു റൈറ്റ് ഉണ്ട്, അത് നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇതങ്ങനല്ല. പൊന്നുതമ്പുരാൻ അടിച്ച അടിയാണ്, ശിക്ഷിച്ചാൽ പൊന്നുതമ്പുരാൻ അടിച്ച അടിയാണ്, അത് ഞാൻ വാങ്ങേണ്ടതാണെന്നുള്ള അടിയാളരുടെ ബോധത്തിനകത്ത് നിന്ന് പരാതിപ്പെടത്തില്ല. ഈ പറയുന്ന കൂട്ടർ തന്നെ, അതായത് നമ്മളിപ്പോ സ്ത്രീപക്ഷ നിയമങ്ങളുടെ കാര്യം എടുത്ത് പറയുമ്പോൾ സാമൂഹ്യനീതിയുടെ എല്ലാ സമസ്ത മേഖലകളിലും, ദളിത് വിഷയത്തിലെടുത്താലും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിഷയത്തിലെടുത്താലും, എന്തിനാ ദരിദ്രർക്ക് കൊടുക്കുന്ന എന്തെങ്കിലും സൗജന്യങ്ങളുടെ പേരിൽ, സാമ്പത്തിക സൗജന്യങ്ങളുടെ പേരിൽ അതുപോലും കൂടുതൽ ടാക്സ് കൊടുക്കുന്നവന് കൂടുതൽ. അതുകൊണ്ടാണ് ഹെയറാർക്കിക്കലായ മൂല്യബോധമുള്ള രൂപപ്പെട്ട മനുഷ്യരാണ് അവരിനി എന്ത് ശാസ്ത്രം പഠിച്ചിട്ടും പ്രയോജനമൊന്നും ഉണ്ടാവില്ല. കാരണം ലോകത്ത് ശാസ്ത്രജ്ഞന്മാരായ ആളുകളാണ് ആറ്റം ബോംബ് ഉണ്ടാക്കി മറ്റുള്ളവരുടെ തലയിൽ ഇട്ടത്. ലോകത്തിൽ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികളുടെ കുഴലൂത്തുകാരായി മാറിയിട്ടുള്ളതും നമ്മൾ ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ്. തെറ്റിദ്ധരിക്കുമെന്നും